നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തനിക്ക് വിഷാദരോഗമുണ്ടെന്ന അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസമാണ് ടെസ്ല സ്പേസ് എക്സ് സിഇഒ ഇലോൺ മസ്ക് നടത്തിയത്. തനിക്ക് വിഷാദരോഗമുണ്ടെന്നും അതിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെന്നുമാണ് മസ്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിഷാദരോഗത്തിനുള്ള മരുന്നായ കെറ്റാമൈൻ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ മരുന്നുപയോഗം മെഡിക്കൽ മേൽനോട്ടത്തിലാണെന്നും വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ 2 ആഴ്ചയിൽ ഒരിക്കൽ കുറഞ്ഞ അളവിൽ മരുന്ന് കഴിക്കാറുണ്ടെന്നും മസ്ക് വെളിപ്പെടുത്തി. ദിവസത്തിൽ 16 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കഠിനമായ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് മാനസിക വ്യക്തത നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും മസ്ക് പറയുന്നുണ്ട്. വിഷാദരോഗത്തിന് മസ്ക് കഴിക്കുന്ന കെറ്റാമൈൻ എന്താണ്? ഒരു അനസ്തെറ്റിക്കായി വികസിപ്പിച്ചെടുത്ത കെറ്റാമൈൻ വിഷാദം, ഉത്കണ്ഠ, മറ്റ് മാനസികാരോഗ്യ അവസ്ഥകൾ എന്നിവ ചികിത്സിക്കുന്നതിനുള്ള കഴിവ് കൊണ്ട് സമീപ വർഷങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കുറഞ്ഞ ഡോസുകൾ ദ്രുതഗതിയിലുള്ള ആന്റി ഡിപ്രസന്റ് ഫലങ്ങൾ നൽകുമെന്ന് ക്ലിനിക്കൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാലും അതിന്റെ ദീർഘകാല സുരക്ഷയെയും ദുരുപയോഗ സാധ്യതയെയും കുറിച്ചുള്ള ആശങ്കകൾ മെഡിക്കൽ മേഖലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമിത ഉപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കെറ്റാമൈൻ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് മസ്ക് പറയുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോക ജനസംഖ്യയുടെ 4.4% ആളുകൾ വിഷാദരോഗത്താൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള 300 ദശലക്ഷം ആളുകൾക്ക് വിഷാദരോഗമുണ്ട്. പുരുഷന്മാരേക്കാൾ സ്ത്രീകൾക്കാണ് വിഷാദരോഗം അനുഭവപ്പെടാൻ സാധ്യത കൂടുതൽ. ലോകമെമ്പാടും പ്രതിവർഷം 7 ലക്ഷത്തിലധികം ആത്മഹത്യകളും സംഭവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.